ഇതുപോലത്തെ ഒരു തോൽവി RCBക്ക് ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കൂ. ഒരു റൺസിനാണ് ഇന്ന് RCB കളി തോറ്റത്. കളി ജയിച്ചുവെന്ന് ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ അവസാന ഓവറിൽ കരൺ ശർമ്മ ഔട്ടായതാണ് RCBക്ക് തിരിച്ചടിയായത്. അവസാന ഓവറിൽ 3 സിക്സാണ് കരൺ ശർമ്മ അടിച്ചുകൂടിയത്. ഇതോടുകൂടി RCB ജയിച്ചെന്ന് ഉറപ്പിച്ചു. എന്നാൽ താരം പെട്ടെന്ന് ഔട്ടായത് തിരിച്ചടിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ RCB കൊൽക്കത്ത മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 400 റൺസ് പിറന്ന T20 മാച്ചായിരുന്നു ഇന്നത്തേത്. രണ്ട് ടീമും വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. രണ്ടുപേരും 200+ റൺസ് സ്കോർ ചെയ്തു. ഫസ്റ്റ് ബാറ്റ് ചെയ്തത് കൊൽക്കത്തയായിരുന്നു. അവർ ഇന്ന് 20 ഓവറിൽ 222 റൺസാണ് അടിച്ചുകൂടിയത്. അവരുടെ ബാറ്റിംഗിൽ സാൾട്ടാണ് മികച്ച പ്രകടനം പുറത്തെടുത്തത്. വെറും 14 ബോളിൽ സാൾട്ട് 48 റൺസ് അടിച്ചുകൂട്ടി. അങ്ങനെ RCB സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. RCBക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. വിരാട് കോഹ്ലി ഔട്ടായത് RCBക്ക് തിരിച്ചടിയായിരുന്നു. കോഹ്ലിയുടെ ഔട്ടല്ലെന്നും ആണെന്നും പറയപ്പെടുന്നുണ്ട്. കോഹ്ലിയുടെ ഔട്ട് വിവാദമായിരിക്കുകയാണ്. പിന്നീട് വിൽ ജാക്സും രജിത് പട്ടിദാറും നന്നായി കളിച്ചു. ഇതോടുകൂടി RCB ജയിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ 155 റൺസ് ആകുമ്പോഴേക്കും 6 വിക്കറ്റ് RCBയുടെ പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർ റൺ റേറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു വിജയപ്രതീക്ഷ ആരാധകർക്കുണ്ടായിരുന്നു. കാരണം ക്രീസിലുള്ളത് ദിനേശ് കാർത്തിക് ആയിരുന്നു. കാർത്തിക് ഔട്ടാവുന്നതുവരെ RCB കളി ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ കാർത്തിക് നന്നായി കളിച്ചു. എന്നാൽ കാർത്തികിനെ സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ പിഴച്ചു. താരം ഒരു ക്യാച്ചിലൂടെയാണ് പുറത്തായത്. ഈ സമയത്ത് 20+ റൺസ് മാത്രമേ RCBക്ക് ജയിക്കാൻ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കാർത്തിക് ഉണ്ടായിരുന്നെങ്കിൽ കളി ജയിച്ചേനെ. കാർത്തിക് പോയതുകൊണ്ട് RCB ആരാധകർ നിരാശയിലായി. കളി തോറ്റെന്ന് ഉറപ്പിച്ചു. എന്നാൽ അവിടെ മറ്റൊരു ട്വിസ്റ്റ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. RCB താരം കരൺ ശർമ്മ ലാസ്റ്റ് ഓവറിൽ 3 പടുകൂറ്റൻ സിക്സാണ് പായിച്ചത്. ഇതോടുകൂടി കളി തിരിഞ്ഞു. 2 ബോളിൽ വെറും 3 റൺസ് മാത്രമേ പിന്നീട് RCB ടീമിന് ജയിക്കാൻ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഓരോ ബോളിലും ഒരു സിംഗിൾ എടുത്താൽ പോലും ഡ്രോ മാച്ച് ആകുമായിരുന്നു. RCB ആരാധകർ വിജയാഘോഷം തുടങ്ങി. എന്നാൽ തൊട്ടടുത്ത ബോളിൽ കരൺ ശർമ്മ ഔട്ടായി. ഇതാണ് RCBക്ക് തിരിച്ചടിയായത്. ലാസ്റ്റത്തെ ഒരു ബോളിൽ പിന്നീട് 3 റൺസ് ആവശ്യമായിരുന്നു. ഫെർഗൂസൺ ഡബിൾ ഓടാൻ നോക്കി. പക്ഷേ അത് റൺഔട്ടായി. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് RCBക്ക് ഡ്രോ മാച്ച് ആകാമായിരുന്നു. അങ്ങനെ RCB 1 റൺസിന് തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.